Hi all, Assalamualaikum. Welcome back to another video. അപ്പോൾ നമ്മൾ ഇന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കിനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൽ നിന്നും 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഒന്നങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് വെണ്ണയാക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 2 ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം കുരുമുളക് നേരിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല. ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 കാര്യങ്ങൾ മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കൂടുതലായിട്ട് മസാലകളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കന് നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 1/2 കപ്പോളം ഉണ്ട് കേട്ടോ. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് പിച്ചിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റിൽ നമ്മൾ ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മയണീസ് അല്ലെങ്കിൽ വെളുത്തുള്ളി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി സോസ് പോലെ കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു മയണീസിൻ്റെ അല്ലെങ്കിൽ സോസിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിൽ കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോഴേ നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 4 ടീസ്പൂണോളം മയണീസ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ചെറുനാരങ്ങ നീര് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുരു പെടാതെ നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്കിലോട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം.
ഇനി നമ്മൾ ഇതൊന്ന് മൂന്നായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീതിയിൽ നമ്മൾ മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോ പീസസ് ആയിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് അടിഭാഗത്തായിട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കല്ലിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം, എങ്കിൽ നമ്മൾ ഈ ഒരു മാവ് ശരിക്കും അതിൽ പിടിക്കാതെ നിൽക്കുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഒരു മാവിലോട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചതുരത്തിലുള്ള പീസ് കൂടി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അരിഭാഗമൊക്കെ ഒന്ന് ഒരുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം നമ്മൾ ആ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ അവിടെ ഒട്ടി നിന്നോളും. അതിനുശേഷം ഇത് ശരിക്കും ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ നിൽക്കും, അതുപോലെ തന്നെ ഒരു ഷേപ്പും കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് ഇതുപോലെയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചെറുതായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചതുരത്തിലുള്ള പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിൽ ഫില്ലിങ് നിറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, നമ്മൾ സമൂസയുടെയൊക്കെ ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർക്ക് വെച്ചിട്ടൊന്ന് സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഈ ഒരു മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദമാവും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും ആണ് യൂസ് ചെയ്യുന്നത്. മൈദമാവ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 1-2 ടീസ്പൂൺ മൈദയിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലൂസാക്കിയുള്ള ഒരു മിക്സാക്കി എടുക്കാം. അപ്പം കുറച്ച് ലൂസായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്താൽ മതി, നല്ല കട്ടിയിലൊന്നും ചെയ്യേണ്ട. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു മാവ് അതിൽ കോട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ലൂസാക്കി എടുത്തതിന് ശേഷം അതിൽ നന്നായിട്ടൊന്ന് നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്നാവുന്ന വിധത്തിൽ വേണം കോട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായ സമയത്ത് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എണ്ണ ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോ സ്നേക്കായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിതൊന്ന് വറുത്ത് കോരാം. അപ്പോൾ നമ്മളിത് വറുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വീർത്ത് വരും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരാം.
അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ ഒരു സ്നാക്ക് മയോണൈസ് കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്